ഹലോ, ദിസ് ഈസ് പൈത്തൺ മലയാളം. പൈത്തൺ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ നോട്ട് പാഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമെന്ന്. സോ ഈ വീഡിയോ ആ ഒരു നോട്ട് പാഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ തുടക്കമാണ്, ഒന്നാമത്തെ വീഡിയോ ആണ്. സോ നമുക്ക് തുടങ്ങാം. നമ്മൾ പൈഥോൺ ലോഞ്ച് ചെയ്യുന്നു. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു ബേസ് ക്ലാസ് ആണ്, നമ്മുടെ മിനിമൽ ഫ്രെയിം ആണിത്. സോ നമ്മൾ ക്യൂ വിഡ്ജറ്റിന് പകരം ക്യൂ മെയിൻ വിൻഡോ എന്ന് മാറ്റി, കാരണം നമുക്ക് മെനു ഒക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ വിൻഡോയുടെ ഒരു സൈസ് നമ്മൾ സെറ്റ് ചെയ്തു, സെറ്റ് ജിയോമെട്രി ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം നമ്മുടെ വിൻഡോക്ക് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു ടൈറ്റിൽ നമുക്ക് വേണം, അത് മൈ നോട്ട് പാഡ് എന്ന് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമുക്ക് താഴെ ഒരു സ്റ്റാറ്റസ് ബാർ ആവശ്യമുണ്ട്. സെൽഫ് ഡോട്ട് സ്റ്റാറ്റസ് ബാർ ഡോട്ട് ഷോ മെസ്സേജ്. നമുക്ക് ഇനീഷ്യലി പ്രോഗ്രാം ലോഞ്ച് ചെയ്ത് ഉടനെ അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഡോട്ട് ഷോ മെസ്സേജ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗപ്പെടുത്താം. പ്രോഗ്രാം ലോഞ്ച്ഡ്. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിൻഡോ കാണാം, നമ്മുടെ ടൈറ്റിൽ അവിടെ ഉണ്ട്, താഴെ സ്റ്റാറ്റസ് ബാർ റെഡിയാണ്. ഇനി നമുക്ക് മെനു ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാനുള്ള ഏരിയ ആവശ്യമുണ്ട്. അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 1 by 1 ആയിട്ട് നമുക്ക് പോകാം. അപ്പോൾ മെനു ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വേറെ തന്നെ ഒരു ഫംഗ്ഷൻ ആയിട്ട് മെനുവിനെ ഡിഫൈൻ ചെയ്യാം. മെനു സെൽഫ്. അപ്പോൾ നമുക്ക് ഒരു മെനു ബാർ, മെയിൻ മെനു നമുക്ക് ആവശ്യമാണ് അല്ലേ. മെയിൻ മെനു ഈക്വൽ ടു സെൽഫ് ഡോട്ട് മെനു ബാർ. ഒരു മെനു ഉണ്ട് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്കതിൽ ഫയൽ മെനു വേണം, അതുപോലെ തന്നെ എഡിറ്റ് മെനു, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെനുസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഫയൽ മെനു നമുക്ക് ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഫയൽ മെനു ഇസ് ഈക്വൽ ടു മെയിൻ മെനു ഡോട്ട് ആഡ് മെനു ഫയൽ. സോ നിങ്ങൾക്ക് അവിടെ ഫയൽ എന്ന് കാണാം. ഇനി ഫയൽ മെനുവിൽ നമുക്ക് 2 ഐറ്റംസ് ആഡ് ചെയ്യാം. ന്യൂ ഫയൽ ആക്ഷൻ, qtgui ഡോട്ട് ക്യൂ ആക്ഷൻ, ന്യൂ ഫയൽ. ഇനി ന്യൂ ഫയൽ ആക്ഷന് താഴെയായിട്ട് നമുക്കൊരു എക്സിറ്റ് ആക്ഷന് കൂടെ ആഡ് ചെയ്യാം. qtgui ഡോട്ട് ക്യൂ ആക്ഷൻ എക്സിറ്റ്. ഇനി നമ്മൾ ഈ 2 ആക്ഷനുകളും മെനുവിലേക്ക് ആഡ് ചെയ്യണം അല്ലേ, ഫയൽ മെനുവിലേക്ക് ആഡ് ചെയ്യണം. ഫയൽ മെനു ഡോട്ട് ആഡ് ആക്ഷൻ, ന്യൂ ഫയൽ ആക്ഷൻ, താഴെ എക്സിറ്റ് ആക്ഷൻ. ഇപ്പോൾ ഈ 2 ആക്ഷനുകളും നമ്മൾ ഫയൽ മെനുവിൽ ആഡ് ചെയ്തു, ഫയൽ മെനു മെയിൻ മെനുവിലും ആഡ് ചെയ്തു. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സംഗതികളും കാണാൻ പറ്റും. സോ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന ഏരിയ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് അവിടെ ഒരു സെൻട്രൽ ഏരിയ ടൈപ്പ് ചെയ്യാനായിട്ട് വേണം. അത് നമ്മൾ പുതിയൊരു ഫംഗ്ഷനായിട്ട് ചെയ്യാണ്. പുതിയൊരു ഫംഗ്ഷൻ ഹോം. സെൽഫ്. അതിനകത്ത് നമുക്കൊരു ടെക്സ്റ്റ് എഡിറ്റിംഗ് ഏരിയയാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ല. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് വിഡ്ജറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യാം. സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് എഡിറ്റ് qtgui ഡോട്ട് ക്യൂ ടെക്സ്റ്റ് എഡിറ്റ്. സോ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റ് നമ്മുടെ വിൻഡോയുടെ സെൻട്രൽ ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റണം അല്ലേ. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് ഡോട്ട് സെറ്റ് സെൻട്രൽ വിഡ്ജറ്റ്, അതിനകത്ത് നമ്മൾ സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് എഡിറ്റ് എന്ന് കൊടുക്കുന്നു. സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോ ഒബ്ജക്റ്റ് ആണ്. അതിൻ്റെ സെൻട്രൽ വിഡ്ജറ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റിനെ നമ്മൾ അസൈൻ ചെയ്തു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ സെൻട്രൽ നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റ് ഏരിയ, വിശാലമായ ഏരിയ നിങ്ങൾക്ക് കാണാം. അതാണ് സെറ്റ് സെൻട്രൽ വിഡ്ജറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോണ്ടൊക്കെ ചെറുതാണ്, നമുക്കതൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കൊരു ഫോണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് ഫോണ്ട് ഈസ് ഈക്വൽ ടു qtgui ഡോട്ട് ക്യൂ ഫോണ്ട്. അതിൽ നമുക്ക് ഹൽവട്ടിക്ക എന്ന് പറയുന്ന ഫോണ്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഫോണ്ട് സൈസ് ആയിട്ട് ഒരു 18 പിക്സൽ കൊടുക്കാം. ഇനി നമ്മൾ ടെക്സ്റ്റ് എഡിറ്റിന് ആ ടെക്സ്റ്റ് എഡിറ്റ് ഏരിയക്ക് ആ ഫോണ്ട് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റ് ഡോട്ട് സെറ്റ് ഫോണ്ട്, അതിനകത്ത് നമ്മുടെ സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് ഫോണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ്ടും ഏകദേശം പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ എന്ന് കാണാം. അതുപോലെ തന്നെ നമ്മുടെ നോട്ട് പാഡിൽ നമുക്ക് അൺഡു ചെയ്യാനും റിഡു ചെയ്യാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാവും അല്ലേ. കൺട്രോൾ സെറ്റും കൺട്രോൾ വൈക്കുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റിന് വേണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പൈക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. അത് സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് എഡിറ്റ് ഡോട്ട് സെറ്റ് അൺഡു റിഡു എനേബിൾഡ്, അത് ട്രൂ എന്ന് കൊടുക്കാം. നമുക്കത് ആവശ്യമില്ലെങ്കിൽ ഫാൾസ് എന്നും കൊടുക്കാം. നമുക്ക് ട്രൂ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊരു ടെക്സ്റ്റ് എഡിറ്റ് ഏരിയയാണ്. നമുക്കതിൽ ഒരൊറ്റ സ്റ്റൈല് ഫോണ്ട് മാത്രമേ നമ്മളതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലേ. ബോൾഡ് ഫോണ്ട്, ഇറ്റാലിക് ഫോണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തമായ കളറുകൾ, ഇതൊന്നും നമ്മളതിൽ ഉദ്ദേശിക്കുന്നില്ല. നോട്ട് പാഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൽ ഒരു റിച്ച് ടെക്സ്റ്റ് ഏരിയ ആയിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാം. സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് എഡിറ്റ് ഡോട്ട് അക്സെപ്റ്റ് റിച്ച് ടെക്സ്റ്റ്. റിച്ച് ടെക്സ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ വേർഡ് പാഡിൽ നിന്ന് അത്തരത്തിലുള്ള ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമാറ്റൊക്കെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ ടെക്സ്റ്റ് മാത്രമേ വരേണ്ടതുള്ളൂ.
ഓക്കെ, അതിൻ്റെ വേറെയുള്ള ഒരു ഡെക്കറേഷൻസോ പ്രോപ്പർട്ടീസോ നമുക്ക് കാണേണ്ടതില്ല. സോ സെറ്റ് ആക്സെപ്റ്റ് റിച്ച് ടെക്സ്റ്റ് ഫാൾസ് ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി എക്സിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് കണക്ട് ചെയ്യാം. എക്സിറ്റ് ആക്ഷൻ ഡോട്ട് ട്രിഗേർഡ് ഡോട്ട് കണക്ട് എന്നിട്ട് നമ്മളൊരു ഫംഗ്ഷൻ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്, സെൽഫ് ഡോട്ട് എക്സിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇനി എക്സിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. കോപ്പി ചെയ്തു, നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. എക്സിറ്റ് ഫംഗ്ഷൻ സെൽഫ്, അതിൽ നമുക്ക് സിസ് ഡോട്ട് എക്സിറ്റ് പാരന്തസിസ് റൺ ചെയ്ത് നമ്മൾ ഫയൽ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ എക്സിറ്റ് ആവും. ഓക്കെ, സിമ്പിൾ. ഇനി ന്യൂ ഫയൽ അടിക്കുമ്പോൾ നമുക്കത് ബേസിക്കായിട്ട് പ്രവർത്തിക്കണം. അതായത് നമ്മൾ എന്തോ ടൈപ്പ് ചെയ്തു, അപ്പോൾ ഫയൽ ന്യൂ കൊടുക്കുമ്പോൾ പുതിയൊരു ഫയലായിട്ട് അത് മാറണം അല്ലേ. ന്യൂ ഫയൽ എന്നുള്ളത് വെറുതെ ജീവനറ്റ് കിടക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് പുതിയൊരു ഫംഗ്ഷനിലേക്ക് കണക്ട് ചെയ്യാം. ന്യൂ ഫയൽ ആക്ഷൻ ഡോട്ട് ട്രിഗർ ഡോട്ട് കണക്ട് സെൽഫ് ഡോട്ട് ന്യൂ ഫയൽ. ന്യൂ ഫയൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എക്സിറ്റ് ഫംഗ്ഷന് മുകളിലായിട്ട് സെറ്റ് ചെയ്യാം. സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് എഡിറ്റ് ഡോട്ട് സെറ്റ് ടെക്സ്റ്റ്, അത് ടെക്സ്റ്റുകളൊന്നുമില്ല, കാലിയാക്കിയിട്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, സെറ്റ് ടെക്സ്റ്റ് നത്തിങ്. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ, റൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഫയൽ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ടെക്സ്റ്റ് ഏരിയ കാലിയാവും. ശരിക്ക് നമ്മോട് ചോദിക്കണം ഈ ടെക്സ്റ്റ് സേവ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ ചോദിക്കും. അത് നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് റീസെറ്റ് ചെയ്യും എന്നുള്ള രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്തു. സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുവരെ ഗുഡ് ബൈ.